ഹായ്! ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു 4 വീടുകളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഹനീദ് അനുഗ്രാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പലപ്പോഴും പല ആൾക്കാരും നമ്മളിപ്പോൾ വിളിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ വീട് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് എടുത്തോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആദ്യമായിട്ട് ചോദിക്കുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. നമ്മളെ വിളിക്കുന്ന ഓഫീസിലേക്ക് വിളിക്കുന്ന മിക്ക ആൾക്കാരും തന്നെയാണ് ചോദിക്കാം. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളങ്ങനെ പറയുമായിരുന്നു, നമ്മൾ പിന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല വീട് പണിത് കൊടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് പറയുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു എമൗണ്ട് അങ്ങോട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു റേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം പല ആൾക്കാരും ഇതുപോലെ സ്ക്വയർ ഫീറ്റിന് 1800 ചെയ്തു തരാം, 1500 ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യും. ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർ നേരെ പോയി അതിൽ വീഴുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത 4 വീഡിയോസ് ഇട്ടിട്ട് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് 1020 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിന് 20,20,000 രൂപയാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. ഈ കോസ്റ്റ് ഇടുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു മെറ്റീരിയൽസിൻ്റെ ഒരു ആവറേജ് ഇട്ടിട്ടാണ് കോസ്റ്റ് ഇടുന്നത്. അതുപോലെ രണ്ടാമത് വന്നിട്ടുള്ളത് 980 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് 18,42,500 രൂപയാണ്. മൂന്നാമത് വരുന്നത് 960 സ്ക്വയർ ഫീറ്റ്, അതിന് 19,55,000. നാലാമത് വരുന്നത് 980 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്, അതിന് 19,34,000. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ട് വീടുകൾക്ക് സെയിം ഏരിയ ആണ് വരുന്നത്. 980 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന രണ്ട് വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഞാൻ ഒന്നുകൂടി വായിക്കാം. ആദ്യത്തേതിന് 18,42,000, രണ്ടാമത്തേതിന് 19,34,000. അതായത് ഏതാണ്ട് ഒരു 80,000 മേലെ ഡിഫറൻസ് വരുന്നുണ്ട്. സെയിം ഏരിയ വരുന്ന രണ്ട് വീടുകൾ, പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ ഒരു 1 lakhന്റെ അടുത്ത് ഡിഫറൻസ് വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിന് വീടുകൾ വർക്ക് എടുക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ. അതിപ്പോൾ ഒരു പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ കോൺട്രാക്ടർമാർ ലാഭം കുറച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ചെറിയ സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുക്കുന്ന ആളും വലിയ സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുക്കുന്ന ആൾക്ക് റേറ്റ് പ്രോഫിറ്റ് ഏതാണ്ട് സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പ്ലാൻ, അല്ലെങ്കിൽ പല ആൾക്കാരും പ്ലാൻ ഒന്നും കാണാതെ തന്നെ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുമ്പോൾ ഇത്ര ലക്ഷത്തിന് ചെയ്തു തരാം, 1000 സ്ക്വയർ ഫീറ്റ് വീട് 15 ലക്ഷത്തിന് ചെയ്തു തരാം, അല്ലെങ്കിൽ 16 ലക്ഷത്തിന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരസ്യം ഉണ്ടാവും. അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരേ ഏരിയ വരുന്ന വീടുകൾക്ക് രണ്ട് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരും. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 960 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഞാൻ പറഞ്ഞത് 19,55,000 രൂപയാണ്. അതിലും കൂടുതൽ വരുന്നുണ്ട് 980, പക്ഷെ അതിന് 19,34,000 രൂപ. അപ്പോൾ ഏരിയ കൂടിയാലും കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടണമെന്നില്ല. ഒരേ ഏരിയ വരുന്ന വീടുകൾ ഒരേ കോസ്റ്റിൽ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ അതിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ചെയ്ത വീട് 1020 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീട്, അതിൻ്റെ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് 1980 വരുന്നത്. രണ്ടാമത് ചെയ്തതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് 1880 വരുന്നത്. മൂന്നാമത് ചെയ്തതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് 2030 വരുന്നത്. നാലാമത് ചെയ്തതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് 1970 വരുന്നത്. അപ്പോൾ 1880 മുതൽ, അതായത് 1900 മുതൽ 2000, 2100 വരെയൊക്കെയാണ് ഇങ്ങനെ മാറി മാറി വരുന്നത്. പക്ഷെ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് സെയിം ആണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏതാണ്ട് 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം ഒക്കെയാണ് എല്ലാ പ്ലാനുകളിലും വരുന്നത്. പക്ഷെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുക്കുമ്പോഴും ഇതിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ശരിക്കും ഇത്രയൊക്കെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുമോ? അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടു 1000 സ്ക്വയർ ഫീറ്റ് 10 ലക്ഷത്തിന് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1200, 300 ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.